നമസ്കാരം. എല്ലാം ശരിയാകുമെന്നും പുതുയുഗം വരുമെന്നും കണ്ണടച്ച് വിശ്വസിക്കുന്നവരല്ല സാക്ഷര കേരളത്തിലുള്ളവർ. എങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഉറപ്പും ഗ്യാരണ്ടിയും ഒക്കെ വോട്ടർമാരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാരം ആർക്കാണെന്ന തീരുമാനം ഇപ്പോഴും വോട്ടർമാരുടെ വിരൽത്തുമ്പിലാണെന്ന്. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിനായി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ 3000, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ. പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര സമാപന സമ്മേളനത്തിൽ. UDF 100 സീറ്റുകളോടെ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. പശ്ചിമേഷ്യ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂടി. LPG ബുക്കിംഗിന് നിയന്ത്രണം. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗ് 25 ദിവസത്തിൽ ഒരിക്കൽ മാത്രം. പുതുക്കിയ വില പ്രാബല്യത്തിൽ. ആശങ്കയുണ്ടെങ്കിലും വിതരണത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രം. ഇടപെടുമെന്ന് സംസ്ഥാന സർക്കാർ. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമാപണവുമായി ഇറാൻ. ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിയെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ. ഇറാന്റെ സർവനാശമാണ് ഉണ്ടാവുകയെന്ന് ട്രംപ്. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര. എമിറേറ്റ്സ് എയർലൈൻസ് സർവീസ് പുനരാരംഭിച്ചതായി ദുബായ്. പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയിൽ പ്രതിസന്ധി. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റി. രാഷ്ട്രപതിയുടെ പശ്ചിമബംഗാൾ സന്ദർശനത്തിനിടെ പ്രോട്ടോകോൾ ലംഘനം. സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിയില്ല. അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇക്കാര്യങ്ങൾ സംഭവിച്ചതെന്നും രാഷ്ട്രപതി. തൃണമൂൽ സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചെന്ന് പ്രധാനമന്ത്രി. പെരുമ്പളം ജനതയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. ആലപ്പുഴയിലെ പെരുമ്പളം പാലം നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി. മറുകരയെത്താൻ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ ദുരിത ജീവിതത്തിന് അറുതി. വട്ടിയൂർക്കാവിൽ തൃശൂരിലെ ചതിയുണ്ടാകില്ലെന്ന് ഉറപ്പെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേ ഒരു കാര്യം പാർട്ടി വിട്ടത്. KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും കെ മുരളീധരൻ. മുരളീധരന്റെ തുറന്നു പറച്ചിൽ അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റ്. CPM അനുനയത്തിന് വഴങ്ങാതെ G സുധാകരൻ. പാർട്ടി വിടില്ലെന്ന സൂചന. ആലപ്പുഴയിലെത്തിയിട്ടും G സുധാകരനെ കാണാതെ മുഖ്യമന്ത്രി. 3 സീറ്റുകൾ കൂടി അധികം വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ RJD. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തും വട്ടിയൂർക്കാവും പ്രചാരണത്തിനിറങ്ങി രാജീവ് ചന്ദ്രശേഖറും R ശ്രീലേഖയും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വന്തം മണ്ണിൽ ചരിത്രം കുറിക്കാൻ ഇന്ത്യ. T20 ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതൽ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ഈ മാസം 17-ന്. അന്തിമവാദം പൂർത്തിയായി. സന്ദീപ് കേസിലെ ഏക പ്രതി. വിധി പറയുക കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. ഒട്ടേറെ മികവുമായി 8ാം ക്ലാസ്സുകാരി. കേരളത്തിൽ UDF
അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ 3000-ഉം, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയുൾപ്പെടെ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്രയ്ക്ക് അനന്തപുരിയുടെ മണ്ണിൽ ആവേശോജ്വല സമാപനം. ടീം UDF ഒറ്റക്കെട്ടാണെന്നും 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും നേതാക്കൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ആസാദ് ഗേറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലെ പുതുയുഗ റാലിയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. കർണാടകയിലെയും തെലങ്കാനയിലെയും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രാഹുൽ ഗാന്ധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതുതന്നെ കേരളത്തിലും ആവർത്തിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലുള്ള 5 ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചത്. ക്ഷേമ പെൻഷൻ 3000 രൂപ എന്നതുൾപ്പെടെയുള്ളവയാണ് ഗ്യാരണ്ടികൾ. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ. ഇനി UDF പ്രതിപക്ഷ മുന്നണിയല്ല ഭരണമുന്നണിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നിയോ കേരള മോഡലാണ് ലക്ഷ്യമെന്നും അതിനായി കൃത്യമായ പദ്ധതികൾ UDFന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു നിയോ കേരള മോഡൽ. പഴയ കേരള മോഡലല്ല, അത് കാലഹരണപ്പെട്ടു. ഒരു പുതു കേരള മോഡൽ, ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന, രാജ്യം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയോ കേരള മോഡൽ, അതാണ് UDFന്റെ വാക്ക്. 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നേതാക്കളുടെ അനൈക്യത്തെ പരോക്ഷമായി രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഒറ്റയായുള്ള പ്രവർത്തനം വേണ്ടെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. So the advice from the people of Kerala to the UDF leaders is dance together. കേരളത്തിൽ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടാണുള്ളതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. AICC ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ് എന്നിവർ ഉൾപ്പെടെ സംസ്ഥാന UDF നേതൃത്വം ഒന്നടങ്കം പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ മേൽക്കൈ മറികടക്കാൻ വികസന പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ഭരണമുന്നണിയുടെ ചിത്രമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ സമാപന വേദിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി കടന്നുവരുന്നു. വാഗ്ദാനങ്ങളുടെ പെരുമഴയിൽ ആവേശക്കടലായി മാറുകയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, 1 മാസം നീണ്ട പുതുയുഗ യാത്രയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. ഒരു വിവാദവുമില്ലാതെ യാത്ര അവസാനിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളത് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഈ തെലങ്കാനയിലും ഈ അടുത്ത് കർണാടകയിലും ഒക്കെ കണ്ട വലിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടാകുന്നു. ഇനി അങ്ങോട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുമ്പോൾ അത് എത്രത്തോളം വലിയ ആവേശമായിരിക്കും UDFന്. ഒപ്പം തന്നെ ഈ ഒരു പുതുയുഗ യാത്ര അവസാനിക്കുമ്പോൾ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ കേരളം UDFന് കൈകൊടുക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികകൾ ഒന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല 3 മുന്നണികളും. പക്ഷേ അതിനു മുമ്പ് തന്നെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുകയാണ്. അതിന് ആദ്യം വാഗ്ദാനങ്ങളുടെ തുടക്കമിട്ടത് UDF ആണ്. രാഹുൽ ഗാന്ധി ഈ സമാപന വേദിയിൽ, പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ സമാപന വേദിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിന് ഏറ്റവും ആകർഷണം വന്നത് ക്ഷേമ പെൻഷൻ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 3000 രൂപയായി ഉയർത്തുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യമായ KSRTC യാത്ര, അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ അടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒപ്പം ആരോഗ്യക്ഷേമ പെൻഷൻ, ആരോഗ്യ പദ്ധതിക്ക്, സുരക്ഷാ പദ്ധതിക്ക്, ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ അവിടെ നിലനിർത്തുന്നു കേരളത്തിലെ ജനങ്ങൾ. ഇതൊക്കെ അത്ര ആ രീതിയിൽ തന്നെ തന്ത്രപൂർവ്വം തന്നെയാണ് UDFന്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നെ. ഇനി അവരുടെ പ്രകടന പത്രിക വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം LDF ആകട്ടെ, നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ ഒരു മേൽക്കൈ അത് എങ്ങനെയൊക്കെ മറികടക്കാം എന്നതിന് വേണ്ടിയുള്ള മറികടക്കാനുള്ള എല്ലാ നീക്കങ്ങളും LDFന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അത് ഓരോ ദിവസവും എന്ന രീതിയിലാണ് ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്.
നടത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. PSCയുടെ പ്രായപരിധി ഉയർത്തുന്നു, ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കുന്നു, JB കോശി റിപ്പോർട്ട് നടപ്പാക്കുന്നു. ഇതടക്കം ഒരു വലിയൊരു വിഭാഗം വോട്ട് ബാങ്കുകൾ എങ്ങനെയൊക്കെ കൈക്കലാക്കാം, കയ്യിലൊതുക്കാമെന്ന രീതിയിലുള്ള തന്ത്രങ്ങളുമായി ഭരണമുന്നണി മുന്നോട്ട് പോകുന്നു. അതുപോലെ ഇപ്പോൾ വികസന പദ്ധതികൾ അതൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിനെ മറികടക്കാൻ സർക്കാരിൻ്റെ LDFന്റെ പ്രകടന പത്രിക ഇനി പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതിൽ ക്ഷേമ പെൻഷൻ എന്നത് ഈ UDF ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 3000 രൂപയാക്കി ഉയർത്തുമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോഴും അത് അധികാരത്തിലെത്തി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നടപ്പാക്കുമെന്ന് പറയുന്നില്ല. ഇപ്പോൾ LDF തന്നെ 2500 രൂപ നടപ്പാക്കുമെന്ന് പറഞ്ഞവർ ആദ്യത്തെ 4 വർഷം അനങ്ങാതെ ഇരുന്ന് ഏറ്റവും അവസാനം മാത്രമാണ് അതും 2000 രൂപ മാത്രം ആക്കിയെന്ന് വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ഈ പ്രതിപക്ഷം. അപ്പോൾ അടുത്തൊരു പ്രതിപക്ഷം ഈ 1000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുമെന്നത് എപ്പോഴാണെന്നത് ഇപ്പോഴും വ്യക്തത അതിൽ എപ്പോഴാണ് എന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ പ്രകടന പത്രികയ്ക്ക് വരുമ്പോൾ വിശദമായി വരുമായിരിക്കും. ഇനി ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രകടന പത്രികയുമായിട്ടായിരിക്കും, വാഗ്ദാനങ്ങളുമായിരിക്കും ഭരണമുന്നണി രംഗത്ത് വരിക. അതിനപ്പുറത്തേക്ക് NDAയുടെ ഒരു പ്രകടന പത്രിക, NDA എന്തൊക്കെയാണ് കേരളത്തിൽ നൽകാൻ പോകുന്നുള്ള വാഗ്ദാനങ്ങൾ, അവർക്ക് ഉറപ്പായും നല്ല വാഗ്ദാനം നൽകാൻ കഴിയും. കാരണം കേന്ദ്രം ഭരിക്കുന്നത് അവരാണ്. ഉറപ്പായും സാമ്പത്തികമായ ഏത് രീതിയിലുള്ള വാഗ്ദാനങ്ങളും അവർക്ക് നടക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് ഈ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയിൽ തന്നെയായിരിക്കും. ഇനി കേരള രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ഇനി 1-1.5 മാസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ, കാരണം ഇനി നാളെ മുതൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് മുന്നണികളൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന വേളയാണ്. ഇനി പ്രകടന പത്രികകളൊക്കെ പുറത്തിറക്കാൻ കിടക്കുന്നുള്ളൂ. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ അതേ രീതിയിലുള്ള വികസന പദ്ധതികളും കാഴ്ചപ്പാടുകളും ഒക്കെയായി 3 മുന്നണികളും സംസ്ഥാന രാഷ്ട്രീയം കളം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമ്പിളി. ശരി, ആൻഫ്രി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 10 വർഷമാണ് UDF പ്രതിപക്ഷ സ്ഥാനത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചുപിടിക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച ആവശ്യവും അഭിമാന പോരാട്ടവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ അറിയാം എത്രത്തോളം വലിയ വാഗ്ദാനങ്ങളൊക്കെ ഇനിയും തൊട്ടു പിന്നാലെ ഉണ്ടാകുമെന്നുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെ നൽകിയത് ആൻഫ്രി ഡിസൂസയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വർക്കല ശിവഗിരി മഠവും സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ശിവഗിരി മഠത്തിന്റെ നിലപാട് രാഹുലിനെ അറിയിച്ചതായി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ടെക്നോ പാർക്കിൽ IT പ്രൊഫഷണലുകളുമായി രാഹുൽ ഗാന്ധി സംവാദ പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഗുരുഗാന്ധി സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, UDF കൺവീനർ അടൂർ പ്രകാശ്, MLA മാരായ ചാണ്ടിയുമ്മൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർക്കൊപ്പം ആദ്യം രാഹുൽ ഗാന്ധി മഹാസമാധിയിലാണ് എത്തിയത്. മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം വൈദിക മഠവും ശാരദാ മഠവും സന്ദർശിച്ചു. പിന്നീട് ഗസ്റ്റ് ഹൌസിൽ ശിവഗിരി മഠത്തിലെ സ്വാമിമാരുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ളവരെ ജയമുറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടതായി ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ശിവഗിരി മഠത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. അതായത് കേരളത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നു. അവരെ കൂടി പരിഗണിക്കണം. അവർക്കും ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർക്കും സീറ്റ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ടും അനുവദിച്ചു കൊടുക്കണം എന്ന് ശിവഗിരി മഠത്തിൻ്റെതായിട്ടുള്ള ഒരഭിപ്രായം ധർമ്മസംഘം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഖജാൻജിയും ഒപ്പിട്ട് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തെ വായിച്ചു മുഴുവനും മനസ്സിലാക്കി ഓക്കെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ശിവഗിരി മഠ സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം. ശിവഗിരി മഠം വഴി ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് കോൺഗ്രസിന്റേത്. ശിവഗിരി മഠത്തിലെ സന്ദർശനത്തിന് ശേഷം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ IT പ്രൊഫഷണലുകളുമായി രാഹുൽ ഗാന്ധിയുടെ സംവാദ പരിപാടിയും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ രാജ്യത്തെ ഓരോ വീടുകളെയും ബാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് 115 രൂപയും കൂടി. വീട്ടാവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾക്ക് കേരളത്തിൽ ഇനി 922 രൂപ നൽകണം. അതേസമയം രാജ്യത്ത് ഇന്ധന പാചകവാതക പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു.
ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഭ്യത കുറഞ്ഞതും ആഗോള വിപണിയിൽ വില കുത്തനെ കൂടിയതുമാണ് രാജ്യത്ത് വില വർധനവിന് കാരണം. ഇതോടെ വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്ക് കേരളത്തിൽ ഇനി മുതൽ 922 രൂപ നൽകണം. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായി ഉയർന്നു. അതേസമയം രാജ്യത്ത് നിലവിൽ ഇന്ധന പാചകവാതക പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടെന്നും വിതരണ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി മുതൽ റഷ്യയിൽ നിന്ന് ദിവസേന 1.04 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എട്ടാം ദിനത്തിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഗൾഫ് മേഖലയിലെ ആക്രമണം തുടരുന്നു. അതിനിടെ ഇസ്രായേലും US-ഉമായുള്ള യുദ്ധത്തിൽ മറ്റ് അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമ ചോദിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇറാനെ ആക്രമിച്ചാൽ മാത്രമേ ഇനി അയൽ രാജ്യങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടാകൂ എന്നും ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ കീഴടങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ ആക്രമണം നടത്തിയ അയൽ രാജ്യങ്ങളോട് മാപ്പ് പറയുന്നു. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല. ഇറാനെ ആക്രമിച്ചാൽ മാത്രമേ ആ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കൂ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇറാൻ കീഴടങ്ങില്ല എന്നും ഇറാൻ ജനത കീഴടങ്ങണമെന്ന ആഗ്രഹം ശത്രുക്കൾക്ക് അവരുടെ കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നും ഇറാൻ പ്രസിഡന്റ് ടെലിവിഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നിരന്തര ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ക്ഷമാപണം. അതിനിർണായകമായ ഇടപെടലുമായി റഷ്യയും രംഗത്തെത്തി. സംഘർഷം അവസാനിപ്പിക്കാൻ പരിശ്രമം തുടരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങളിൽ വ്ളാഡിമിർ പുടിൻ ദുഃഖം പ്രകടിപ്പിച്ചു. സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിലടക്കം പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം ഇറാനിൽ കടുത്ത ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. ടെഹ്റാനിലടക്കം അമേരിക്ക വ്യോമാക്രമണം നടത്തി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1500 കടന്നു. 6000-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. 300ഓളം കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ കേന്ദ്രങ്ങൾ, സ്കൂൾ, ആശുപത്രികൾ എന്നിവ ലക്ഷ്യം വെച്ച് ശത്രുക്കൾ ആക്രമണം നടത്തുന്നുവെന്നും ഇറാൻ വിശദമാക്കി. ലെബനോനിലും മരണം 217 കടന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കുചേർന്നാൽ അവരെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പലയിടത്തും മിസൈൽ അവശിഷ്ടം പതിച്ച് തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാൻ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതുവരെ ലക്ഷ്യമിടാതിരുന്ന ചില മേഖലകളെയും ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും US ഗൗരവമായി ആലോചിക്കുന്നതായും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അയൽ രാജ്യങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായില്ലെങ്കിൽ അവർക്ക് നേരെയും ആക്രമണമില്ല എന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അറിയിപ്പ് ഗൾഫ് രാജ്യങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി. എന്നാൽ ഈ രാജ്യങ്ങളിലെ US ബേസുകളിൽ നിന്നും ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പിന്നീട് വ്യക്തമാക്കി. സമാധാന സൂചനയ്ക്ക് ശേഷവും വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ CBSE പരീക്ഷകൾ മാറ്റിവെച്ചു. അയൽ രാജ്യങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് നേരെയും ആക്രമണമില്ല എന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അറിയിപ്പ് ഗൾഫ് നാടുകളിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസത്തിന്റെ വാർത്തയായി മാറി. അയൽപ്പക്കത്തുള്ള സുഹൃത്ത് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നും ഇറാൻ പ്രസിഡന്റ് പിന്നീട് X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. എന്നാൽ ഇന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണ ശ്രമമുണ്ടായി. UAE-ക്കെതിരെ 137 ആക്രമണ ശ്രമങ്ങളാണ് ഇന്ന് മാത്രമുണ്ടായത്. 119 ഡ്രോണുകളും 15 മിസൈലുകളും തകർക്കാൻ UAE-യുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ശക്തമായാണ് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളും പ്രധാന ഗതാഗത കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളും കാരണം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുന്നതായി കുവൈറ്റിന്റെ ദേശീയ എണ്ണ കമ്പനി പ്രഖ്യാപിച്ചു. രാവിലെ ദുബായ് ഉൾപ്പെടെ വിവിധയിടങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി അറിയിച്ചെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിക്കുന്നു എന്ന അറിയിപ്പും വന്നു. പിന്നാലെ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും സർവീസ് ആരംഭിക്കുന്നുവെന്ന് അറിയിച്ചു.
9, 10, 11 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചതായി അറിയിച്ചു. 10ാം തീയതി സാഹചര്യങ്ങൾ വീണ്ടും വിലയിരുത്തി 12ാം തീയതി മുതലുള്ള പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും CBSE വിശദീകരിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. അമേരിക്കയോട് പൂർണ്ണ വിധേയത്വമാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യ ആരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ISIS പോലുള്ള ഭീകര സംഘടനകളെ വളർത്തിയത് അമേരിക്കയാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പശ്ചിമബംഗാൾ സന്ദർശനത്തിനിടെയുണ്ടായ പ്രോട്ടോകോൾ ലംഘനത്തിലും പരിപാടിയുടെ വേദി മാറ്റിയതിലും അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആളുകൾ എത്തിയില്ലെങ്കിൽ പ്രസിഡന്റ് തിരിച്ചു പോകുമെന്ന് ഭരണകൂടം കരുതി കാണുമെന്നും മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇക്കാര്യങ്ങൾ സംഭവിച്ചതെന്നും രാഷ്ട്രപതി ചോദിച്ചു. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. അന്താരാഷ്ട്ര സന്താൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ പരിപാടിയുടെ വേദി അവസാന നിമിഷം മാറ്റിയതിലും പ്രോട്ടോകോൾ ലംഘനത്തിലും അതൃപ്തി അറിയിച്ചു. സന്താൾ ജനതയ്ക്ക് എത്താൻ കഴിയാത്ത ദൂരെയുള്ള സ്ഥലത്തേക്ക് പരിപാടി മാറ്റിയത് തന്നെ വേദനിപ്പിച്ചു. ആളുകളെത്തിയില്ലെങ്കിൽ പ്രസിഡന്റ് തിരിച്ചുപോകുമെന്ന് ഭരണകൂടം കരുതി കാണും. രാഷ്ട്രപതിയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയില്ലെന്നും നേരത്തെ പരിപാടി നിശ്ചയിച്ചിരുന്ന വേദിയിലെത്തി ജനങ്ങളെ കണ്ടുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. वहाँ का स्थिति थोड़ा इतना मुझे अच्छा नहीं लगा, तो मैंने सोचा जाके देखे. यहाँ तो बहुत अच्छा है, इतना बड़ा फील्ड है, यहाँ तो इतने सारे लोग आ सकते हैं. लेकिन पता नहीं क्या हुआ, क्या मन में समाया है उनका, वो जाने. लेकिन मैं बहुत दुखी हूँ. लेकिन यहाँ आके बहुत खुश लगा कि वहाँ के लोग, वहाँ भी लोग क्योंकि बहुत दूर है, वहाँ नहीं पहुँच पा रहे हैं. शायद उनके मन में था कोई ना आए और प्रेसिडेंट ऐसे ही घूम के चले जाए. ഞാനും ബംഗാളിന്റെ മകളാണെന്നും മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇക്കാര്യങ്ങൾ സംഭവിച്ചതെന്നും രാഷ്ട്രപതി ചോദിച്ചു. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചതായി വിഷയത്തിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തൃണമൂൽ സർക്കാരിൻ്റേത് ലജ്ജാകരമായ നടപടിയാണെന്നും രാഷ്ട്രപതിയെ അപമാനിച്ചതിന്റെ ഉത്തരവാദി സംസ്ഥാന ഭരണകൂടമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അതേസമയം BJPയുടെ ഉപദേശപ്രകാരം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം കളിക്കരുതെന്നും ബംഗാളിനെ അപകീർത്തിപ്പെടുത്താൻ BJP രാഷ്ട്രപതിയെ ഉപയോഗിക്കുകയാണെന്നും മമതാ ബാനർജി ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പെരുമ്പളം ജനതയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മറുകരയെത്താൻ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ജനതയുടെ ദുരിത ജീവിതത്തിനാണ് ഇതോടെ അറുതിയായത്. കുട്ടനാട്ടിലും നിരവധി പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത്. സർക്കാർ ഒപ്പം നിന്നപ്പോൾ പതിറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളൊക്കെയും ഒരു നാടിന് സ്വന്തമായി. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പെരുമ്പളം നിവാസികളുടെ പാലം എന്ന സ്വപ്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചതോടെ യാഥാർത്ഥ്യമായത്. വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ പെരുമ്പളം പാലം പ്രവർത്തനക്ഷമമായതോടെ ഒരു ദ്വീപൊന്നാകെയാണ് കരതൊട്ടത്. ദ്വീപിന്റെ വടക്കുഭാഗമായ വടയാഴത്ത് നിന്ന് വടുതലയിലേക്കുള്ള പാലം നാടിന് സമർപ്പിച്ചപ്പോൾ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറവിയെടുത്തത്. ബോട്ടിന്റെ സമയക്രമത്തിലായിരുന്നു പതിറ്റാണ്ടുകളായി ദ്വീപ് നിവാസികളുടെ ജീവിതം. 13 ബോട്ട് ജെട്ടികളാണ് ദ്വീപിന് ചുറ്റുമായുള്ളത്. വാഹനങ്ങൾ എത്തിക്കാൻ ജങ്കാറുകളുമുണ്ട്. എറണാകുളം ജില്ലയിലെ പൂത്തോട്ട, ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി എന്നിവിടങ്ങളിൽ നിന്ന് അരമണിക്കൂർ ഇടവിട്ടാണ് ബോട്ട് സർവീസുകൾ. രാത്രി 9:45 പൂത്തോട്ടയിൽ നിന്നും പാണാവള്ളിയിൽ നിന്നും പെരുമ്പളത്തേക്കുള്ള അവസാന ബോട്ട്. മഴക്കാലമായാൽ ഇളകി മറിയുന്ന കായലിൽ ജീവനും കയ്യിൽ പിടിച്ചു വേണം യാത്ര. ഒരു ജനതയുടെ ആകെ ദുരവസ്ഥയ്ക്കാണ് ഇന്ന് അവസാനമായത്. കുട്ടനാട്ടിൽ സെമി എലിവേറ്റഡ് പാതയായി പുനർനിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, സവിശേഷ രൂപകൽപ്പനയിലൂടെ ശ്രദ്ധയാകർഷിച്ച പടഹാരം പാലം എന്നിവയും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കുട്ടനാട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കുട്ടനാട് കുടിവെള്ള പദ്ധതിക്കും തുടക്കമായി. അമൃത ന്യൂസ്, ആലപ്പുഴ.
വട്ടിയൂർക്കാവിൽ തൃശൂർ ആവർത്തിക്കില്ലെന്ന് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് ചതിക്കില്ലെന്ന് പറഞ്ഞ മുരളി ജനങ്ങളോടുള്ള ആത്മബന്ധമാണ് തന്റെ ആത്മവിശ്വാസമെന്നും വ്യക്തമാക്കി. തൃശൂരിൽ തന്നെ കാലുവാരാൻ നേതൃത്വം നൽകിയവരെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചാൽ ജനം അവരുടെ വിധി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേ ഒരു കാര്യം പാർട്ടി വിട്ടതാണ്. 2004 KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും AK ആന്റണിയും താനും ഒരുമിച്ചുള്ള പ്രവർത്തനം അന്ന് തുടർന്നിരുന്നെങ്കിൽ ഭരണ തുടർച്ച ഉറപ്പായിരുന്നുവെന്നും കെ മുരളീധരൻ അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ വ്യക്തമാക്കി. വട്ടിയൂർക്കാവ് വിട്ട് വടകരയിലേക്ക് പോയപ്പോഴും വട്ടിയൂർക്കാവിലെ ജനങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് പറഞ്ഞ കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ മണ്ണ് തന്നെ ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് തൃശ്ശൂരിലെ രാഷ്ട്രീയ ചതി ഓർത്തെടുത്താണ്. ആ മണ്ണ് എന്നെ ചതിക്കില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഉള്ള ചതിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ ഒരിക്കലും വട്ടിയൂർക്കാവ് ആവർത്തിക്കില്ല എന്ന് പറയാൻ കാരണം ഈ നിയോജകമണ്ഡലമായിട്ടുള്ള എൻ്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. 2011 മുതൽ 2026 വരെയുള്ള ഓരോ ഘട്ടത്തിലും ആ നിയോജകമണ്ഡലവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെ മുമ്പ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. തൃശ്ശൂരിൽ തന്നെ പിന്നിൽ നിന്നും കുത്തിയവരെ ജനം തിരിച്ചറിയുമെന്ന് പറഞ്ഞ മുരളി ആർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണമെന്ന് താൻ ഒരിക്കലും പറയില്ലെന്നും വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പക്ഷേ ജനത്തിനെല്ലാം അറിയാം. നമ്മളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് സാധാരണ ജനം എന്ന് പറയുന്നത്. അവർക്ക് അവർക്ക് ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളവരൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ആരൊക്കെ ചെയ്തു, ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തി ചെയ്തുവെന്ന് നന്നായിട്ട് അസസ് ചെയ്യുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് ഇനി പാർട്ടി ഞാൻ ആരെക്കുറിച്ചും കൊടുക്കണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാൾക്ക് കൊടുക്കരുത് എന്നൊരിക്കലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ, മുന്നണി തീരുമാനിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. ജനങ്ങൾ എന്താണോ അവരുടെ വിധി അതവർ നടപ്പാക്കട്ടെ. അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റിൽ മനസ്സ് തുറന്ന കെ മുരളീധരൻ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ തുറന്നു പറഞ്ഞു. പാർട്ടി വിടാനുള്ള തീരുമാനത്തിലാണ് ഏറ്റവും വലിയ ഖേദം. 2004 KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മന്ത്രിസഭയിലേക്ക് വരാനുള്ള തീരുമാനം തന്റെ പിഴവായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച മുരളീധരൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമെന്ന നിലയിൽ AK ആന്റണിയുടെയും തന്റെയും യോജിച്ചുള്ള പ്രവർത്തനം തുടർന്നിരുന്നെങ്കിൽ ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നുവെന്നും അത് സംഭവിക്കാത്തതിലാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും പറഞ്ഞു. അന്ന് ഈ പാർട്ടിയിൽ അവസാനം ഉണ്ടായ പൊട്ടിത്തെറിയാണ് സത്യത്തിൽ ഇങ്ങനൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഒരുപാട് കോൺട്രവേഴ്സ്യലായി. രാജ്യസഭാ ഇലക്ഷനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, എറണാകുളം ബൈ ഇലക്ഷനിലെ തോൽവി, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ താങ്കൾ പ്രസിഡന്റ് പദവി ഒഴിയുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് പദവി ഒഴിയാം, ഞാൻ ലോക്സഭയിലേക്ക് എന്നെ മത്സരിച്ചോളാം, എനിക്ക് മറ്റു പോസ്റ്റൊന്നും വേണ്ട എന്ന് പറയാമായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെറ്റ് പറ്റിയതും. ഒരിക്കൽ തെറ്റ് പറ്റുമ്പോൾ അതിനോടനുബന്ധമായിട്ട് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്. താൻ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറയാണ് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ നയിക്കേണ്ടതെന്ന് അന്ന് AK ആന്റണി തന്നോട് പറഞ്ഞിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. അന്ന് ആ കോമ്പിനേഷൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു. ഞാൻ അതിനെയാണ് അവിടെ കാണുന്നത്. മുഖ്യമന്ത്രി ആരാവട്ടെ ആവാതിരിക്കട്ടെ, പക്ഷേ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് ശിവൻ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 5 കൊല്ലം ഇരിക്കുള്ളൂ, ഈ 5 കൊല്ലം കുറേ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളുടെ കോമ്പിനേഷൻ അത് നമുക്ക് പൂർത്തീകരിക്കണം. 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാനം ഒഴിയും. പിന്നെ ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെ, നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അർത്ഥമല്ല, ഞങ്ങളുടെ ഒരു പുതിയ ടീം വരട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ ഈ കോമ്പിനേഷൻ്റെ അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടത്, അതിൻ്റെ ഒരു ദുഃഖം എനിക്കുള്ളത് ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് പത്തനംതിട്ടയിലെ പോസ്റ്റർ വിവാദം പോലെ ശോഭ കെടുത്തുന്ന പ്രവർത്തികൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ ഇടുക്കി പീരുമേട്ടിൽ പറഞ്ഞു. CPM-ൽ മുതിർന്ന നേതാക്കൾ അതൃപ്തരാണ്. G സുധാകരന്റെ പ്രസ്താവന അതാണ് വ്യക്തമാക്കുന്നതെന്നും KC പറഞ്ഞു. അധികം താമസിയാതെ പ്രഖ്യാപനം ഉണ്ടാകും. അതിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിങ് കമ്മിറ്റി ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി. ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രപ്പോസലുകൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും അതൊക്കെ 1-2 ദിവസം തീരും, അത്രേ ഉള്ളൂ. ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? എത്രത്തിൽ പ്രതീക്ഷ വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് പ്രതീക്ഷ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ സുതാര്യമായാണ് നടന്നതെന്നും പരാതിയുള്ളവർക്ക് വിജ്ഞാപനം വരുന്നതുവരെ പേരുൾപ്പെടുത്താൻ അവസരമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അർഹരായ ഒരാളെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കൊച്ചിയിലെത്തിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്തുന്നതിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. SIRൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. Till the date of notification of elections, if any eligible person is left out, can fill Form 6, the declaration form and the requisite documents so that his name can be included. If any wrong name or ineligible name has entered in the electoral roll, a complaint or objection can be filed through Form 7 and that name after proper inquiry shall be deleted. വിദ്വേഷ പ്രസംഗങ്ങൾ, AI ഉപയോഗിച്ച് തെറ്റായ വാർത്തയമയ്ക്കൽ എന്നിവ കർശനമായി നിരീക്ഷിച്ച് നടപടിയെടുക്കും. കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. If there is any complaint regarding violation of Model Code of Conduct, you should be able to post at CVGIL. The normal turnaround time for action is 100 minutes. With regards to the artificial intelligence, of course, the technology is galloping very fast, and so is the Election Commission also. So any fake news which you are able to see, because the media, I think, comes to know of it first, they are the most, I would say... SIR നടപടികൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും കേരളത്തിലെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.